തൃശൂരിലെ വോട്ട് കൊള്ളയിലെ മീഡിയ വൺ ബിഗ് ബ്രേക്കിംഗിൽ പ്രതികരിച്ച് നേതാക്കൾ. വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണെന്ന് കെ.സി. വേണുഗോപാൽ എം.പി പറഞ്ഞു. പുതിയ വോട്ടർ പട്ടിക പുറത്തുവന്നാൽ UDF പ്രത്യേക പരിശോധന നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചു. സുരേഷ് ഗോപിയുടേത് കൃത്രിമ വിജയമാണെന്ന് വി.എസ്. സുനിൽകുമാറും ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ചേർത്ത വ്യാജ വോട്ടുകളാണ് തൃശൂരിൽ ജനവിധി അട്ടിമറിച്ചതെന്ന് കെ. മുരളീധരനും ആരോപിച്ചു. വ്യാജ വോട്ട് വാർത്ത പുറത്തു കൊണ്ടുവന്ന മീഡിയ വണ്ണിനെ അഭിനന്ദിച്ച വി.എസ്. സുനിൽകുമാർ തൃശൂരിലെ പരാതികൾ തീർപ്പാക്കിയതാണെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം തള്ളി. ചേലക്കര മണ്ഡലത്തിലെ BJPയുടെ ഒരു നേതാവ് KR ഷാജി ഇൻലാൻഡ് ഉദയ ഫ്ളാറ്റിലെ 1119, 1121 നമ്പറിൽ അയാളുടെ ഭാര്യ വോട്ടർമാരായിട്ട് ഇവിടെ വന്നിരുന്നു. വോട്ട് ക്രമക്കേടിൽ നേരത്തെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്ന് കെ. മുരളീധരൻ. ഇവിടെ കുറെ വോട്ടുകൾ അനധികൃതമായി ചേർത്തിട്ടുണ്ടെന്നും വ്യക്തമായിട്ട് അന്ന് കംപ്ലൈന്റ് കൊടുത്താണ്. പക്ഷേ അതിനോട് നെഗറ്റീവായിട്ടുള്ള സമീപനമാണ് അന്ന് റിട്ടേണിംഗ് ഓഫീസറായിരുന്ന കലക്ടർ അന്ന് കാണിച്ചത്. ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് കെ.സി. വേണുഗോപാൽ. അപ്പോൾ കേരളം പോലുള്ള നാട്ടിൽ പോലും ടാർഗറ്റഡ് ആയിട്ട് ഒരു തൃശ്ശൂർ സീറ്റിന് വേണ്ടിയിട്ട് ഈ ശ്രമം നടത്തിയിട്ടുണ്ടെന്നാണ് വ്യക്തമാക്കപ്പെടുന്നത്. പുതിയ വോട്ടർ പട്ടിക പുറത്തു വന്നാൽ ഒരു പരിശോധനാ വാരം തന്നെ നടത്തുമെന്ന് വി.ഡി. സതീശൻ. സുരേഷ് ഗോപി തൃശൂരിൽ 6 മാസത്തോളം ക്യാമ്പ് ചെയ്തത് വ്യാജ വോട്ട് ചേർക്കലിനെന്ന് മന്ത്രി വി. ശിവൻകുട്ടിയും ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ വൺ.